മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരായ പരാമർശത്തിൽ കൊമേഡിയൻ കുനാൽ കമറെ ചോദ്യം ചെയ്യാൻ പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. കോമഡി ഷോ നടന്ന സ്റ്റുഡിയോ അടിച്ചു തകർത്ത സംഭവത്തെ ഏക്നാഥ് ഷിൻഡെ ന്യായീകരിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, കുനാൽ കമറ ഈ വിഷയത്തിൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത്. ഈ ദിൽ തോ പാഗലെ എന്ന സിനിമയിൽ ഒരു പാട്ടെടുത്ത് നടത്തിയ ഞാൻ പറഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡിയാണ്. ചിലപ്പോൾ അതിര് കടന്നതാകാം. പോലീസ് ചോദ്യം ചെയ്യലിലേക്കുമൊക്കെ പോകേണ്ട കാര്യം എന്താണെന്നാണ് അവിടുത്തെ പോലീസ് പറയുന്നത്. കുനാലിനെ ഏതായാലും വെറുതെ വിടില്ല എന്ന് ശിവസേന നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ മന്ത്രിമാർ ചിലർ പോലും ആ തരത്തിലുള്ള പ്രസ്താവനയാണ് രാവിലെ നടത്തുന്നത്. ഏതായാലും ഷിൻഡെ തന്നെ പറയുന്ന ഒരു ആക്ഷൻ ഉണ്ടായ ഒരു റിയാക്ഷനാണ് കഴിഞ്ഞ ദിവസം നടന്ന അക്രമം സംഭവങ്ങൾ എന്നതാണ്. അതായത് കുനാൽ നടത്തിയത് അതിര് കടന്ന പ്രസ്താവനയാണ്. പണം വാങ്ങി ഒരു സുപ്പാരി വാങ്ങി നടത്തിയ പരിപാടിയാണോ ഇത് എന്ന രീതിയിലൊക്കെയാണ് ഷിൻഡെ സംസാരിക്കുക. ഏതായാലും നിയമപരമായി കുനാലിനെ കുരുക്കാനുള്ള നടപടി തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നത്. 2 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടെ ഖാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്നും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായതാണ്. അത്തരം ചില സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നതും കണ്ടതാണ്. ഏതായാലും കുനാൽ മാപ്പ് പറയാൻ തയ്യാറല്ല. അദ്ദേഹം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ആ കുറിപ്പ് നമ്മൾ വായിച്ചതാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഞാൻ പറയുന്ന കോമഡിക്കനുസരിച്ച് താൻ കോമഡി ചെയ്യുന്ന ഇടങ്ങൾ പൊളിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇനിയും മുംബൈയിൽ പൊളിക്കാറായ പാലങ്ങൾക്ക് മുകളിലൊക്കെ നിന്ന് താനിങ്ങനെ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗത്തിൽ അതൊക്കെ പൊളിച്ച് നീക്കുമല്ലോ എന്ന പരിഹാസമാണ് കുനാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. നിയമപരമായുള്ള എല്ലാ നടപടിയോടും താൻ സഹകരിക്കും എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരാകുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഹാഷ്മി. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ്. വലിയ ഫോളോവേഴ്സ് ഉള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് കുനാൽ കമറ. നേരത്തെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പോയി പെട്ടിട്ടുണ്ട് കുനാൽ കമറ. അപ്പം കുനാൽ സ്ഥിരമായി ഈ സ്റ്റാൻഡപ്പ് കോമഡി നടത്തുന്ന ആ സ്റ്റുഡിയോ ഒക്കെ ശിവസേനക്കാർ പോയി അടിച്ചു തകർത്തു. അതിൻ്റെ പിന്നാലെ കുനാലിനെ ചോദ്യം ചെയ്യാനൊക്കെ പോവുകയാണ്. കുനാൽ അതുകൊണ്ട് തളരുന്നില്ല. കുനാൽ മാപ്പ് പറയാൻ തയ്യാറൊന്നുമല്ല എന്ന് പറയുന്നു. ഇനി ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന സ്ഥലം നിങ്ങൾ പൊളിക്കാൻ വരികയാണെങ്കിൽ പൊളിക്കാനുള്ള പാലങ്ങൾക്ക് മുന്നിൽ നിന്ന് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാം എന്നതിലും ഒരു തമാശ കണ്ടെത്തുകയാണ് കുനാൽ കമറ.